ഹലോ നമസ്കാരം, എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരമീ യാത്ര എന്ന നോവലിൻ്റെ 34-ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. അവന് അവിടെ നിന്നും ഇറങ്ങി നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ജോജങ്കിളിനെ കണ്ട് കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ഗർഭം ധരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഡേറ്റ് ഫിക്സ് ചെയ്ത് നേരത്തെ സിസേറിയൻ ചെയ്താൽ മതിയെന്ന്. അവൾക്ക് ഒരു കുഞ്ഞിനെ കൂടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവന് നല്ലവണ്ണം അറിയാം. പക്ഷെ പഴയതുപോലെ ആയാലോ എന്ന് പേടിയാണ്. അന്ന രണ്ടാമത് ഗർഭിണിയായപ്പോഴും ആഷ്ലിയുടെയും ലീനമോളുടെയും ഒക്കെ വയറ് വലുതാകുമ്പോഴും എപ്പോഴും അടുത്തു വന്ന് കൊതിയോടെ തഴുകുന്നത് പലതവണ കണ്ടിട്ടുണ്ട്. അന്ന് വൈകുന്നേരം ഫുഡൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ മരിയോട് അങ്കിളിനെ കണ്ട കാര്യം പറഞ്ഞപ്പോൾ പെണ്ണെന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. കൂടെ മാക്രികളുടെ കൂടെ കയറി ബെഡിൽ കയറി എപ്പോഴും ഡാൻസായിരുന്നു. ആനിക്കുട്ടി മിക്കപ്പോഴും ഇവിടെ തന്നെയാണ്. അന്ന ഷോപ്പിൽ പോയിരുന്നു കുറച്ചു കാലം, പക്ഷേ ഇവിടം കൊണ്ട് നിർത്തുമായിരുന്നു പകൽ മുഴുവൻ. അതുപോലെ തന്നെ ആഷ്ലിയും ഡ്യൂട്ടി നൈറ്റ് ആണെങ്കിൽ കൊച്ചിനെ ഇവിടെ നിർത്തും. ഇന്ന് ഇവിടെയുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നല്ല തിരക്കിലാണ്. ഡേവിഡ്സൺ രാത്രി വന്ന് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ മക്കളെല്ലാവരും അവൾ മരിയമ്മയാണ്. എന്തോ സ്വപ്നം കാണുമെന്നോ, സമയം കുറേ ആയി, കിടക്കണ്ടേ ചായ? അതും പറഞ്ഞ് അവൾ വന്ന് നോക്കുമ്പോൾ മക്കളെല്ലാം കളി കഴിഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നു. അപ്പോഴാണ് റൂമിലേക്ക് കടന്നു വന്ന സണ്ണി ബെഡിലേക്ക് നോക്കി എണ്ണിയത്. അപ്പോഴേക്കും ഡേവിഡ് എത്തിയതും. അവൻ കൊച്ചിനെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് തോന്നുന്നു. ഇന്നാ നിൻ്റെ മുതലിനെ എന്ന് പറഞ്ഞ് സണ്ണി കൊച്ചിനെ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പോട്ടെ വണ്ടി. അവൻ ഇറങ്ങിയപ്പോൾ അലക്സി ചോദിച്ചു, ഇപ്പോൾ ഇതിനെയോ? അവളെ നാളെ കൊണ്ടുപോകാം. എൻ്റെ മര്യാദയ്ക്ക് കൊണ്ടുപോക്കോ. രാവിലെ തുടങ്ങിയത് അപ്പനും മക്കളും. ഞങ്ങളെന്തോ ചെയ്തു? നാളെ ഞായറല്ലേ, നിനക്ക് അവധിയല്ലേ, കൊണ്ടുപോയി നോക്ക്. അത് പറഞ്ഞ് ആനിക്കുട്ടി നെറുകിലൊരു ഉമ്മ കൊടുത്തു. അലസ്പ, രാവിലെ വരാം കേട്ടോ. അത് പറഞ്ഞ് സണ്ണിയുടെ തോളിലേക്ക് തലവെച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു. അവനൊരു ആക്കിച്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു, വാവേ സണ്ണിച്ചാവൻ പോവാ. മുകളിലേക്ക് പോകുമ്പോൾ നോക്കിയും കണ്ടുമൊക്കെ പോണേ. അവൾ ഇതെന്ത് കൂത്ത എന്നു രണ്ടുപേരെയും മാറി മാറി നോക്കി. ലീന അകത്തേക്ക് പതുക്കെ കയറി നോക്കുമ്പോൾ ബിനു അവിടെ ഇല്ല. കയ്യിലുള്ള പാല് ഗ്ലാസ് ടേബിളിൻ്റെ മുകളിൽ വെച്ച് ചുറ്റുമെന്ന് നോക്കി. അത്യാവശ്യം വലിയ മുറി തന്നെയാണ്. ഒരു ടേബിളും ചെയറും ഇട്ടിട്ടുണ്ട്. ഇത്തിരി മാറി ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. റൂമിൻ്റെ ഒരു വശത്ത് ഷെൽഫിൽ കുറേ ബുക്സ് അടുക്കി വെച്ചിരിക്കുന്നു. കണ്ടാൽ തന്നെ അറിയാം സാറിൻ്റെ വൃത്തി. അവൾ ആ സെറ്റിയിലേക്ക് ഇരുന്നു. എന്നിട്ട് കൊണ്ടുവന്ന ബാഗിൽ നിന്നും ഫോൺ എടുത്ത് ഓണാക്കി. ചേട്ടത്തി രാവിലെ അത് ഓഫാക്കിയിരുന്നു. വേഗം ഓൺ ചെയ്തു. അമ്മച്ചിയെ വിളിച്ചു. കരയാതിരിക്കാൻ കുറേ പാടുപെട്ടു. സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. പിന്നെ അലക്സിയുടെ നമ്പറിലേക്ക് വിളിച്ചു. വിളി കാത്തുന്ന പോലെ ഇച്ചായൻ ഒരു ഇടർച്ചയോട് വിളിച്ചു, കുഞ്ഞോളെ. അത് കേൾക്കാൻ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവൾ വാവിട്ട് കരഞ്ഞുപോയി. അതുപോലെ തന്നെയായിരുന്നു അലക്സിയും. കുറച്ചു നേരം മിണ്ടാതെ നിന്നു. ഫോൺ സണ്ണി വാങ്ങി. ലീനമോളെ, ഞങ്ങളെ മറന്നൂടെ? വിളിച്ചു പോലില്ലല്ലോ. നിൻ്റെ രണ്ട് ഇച്ചായന്മാരെ അറിയാലോ, ഇപ്പം അങ്ങോട്ട് വന്നേനെ. പിന്നെ ഞങ്ങൾ ബിനുവിനെ വിളിച്ചു. അവൻ പറഞ്ഞു അമ്മച്ചിയുടെ കൂടെയാണെന്ന്. പിന്നെ ഫെലിക്സ് ചായനും സംസാരിച്ചതാണ് കട്ടാക്കിയത്. പിന്നെ ചങ്കിനെ വിളിച്ചു. എടേ ആഷ്ലി, നീ എന്നാ ചെയ്യുക? ഞാനൊരു സിനിമ കാണുക. സിനിമയാ? എന്താ കേട്ടിട്ടില്ലേ സിനിമ? എവിടെ വെച്ച്? ഡേവിഡ്സനും ആൻ്റിയും അങ്കിളും എല്ലാവരും എവിടെ പോയി? ഡാഡിക്ക് എന്തോ എമർജൻസി കേസ്, ഹോസ്പിറ്റലിൽ പോയി. അപ്പം അമ്മയും പോയി. പിന്നെ ഡേവിഡ്സൺ ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ വിറച്ചിട്ട് വയ്യ. എന്തിന്? എടേ ആഷ്ലി, ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ? അമ്മച്ചി, എന്താ ഈ ഫസ്റ്റ് നൈറ്റ്? എന്താടി? ഒന്നുമില്ല, ഞാൻ ബെഡിൽ നിന്ന് താഴോട്ട് വീണതാ. കുഴപ്പമൊന്നുമില്ല, നീ പറ. എന്ത് പറയാൻ? എനിക്ക് പേടിയുണ്ടീ. ഇപ്പോൾ എനിക്കും. നീ അത് ഓർമ്മിപ്പിക്കാനാണ് ഇവിടെ വിളിച്ചത്. എന്നാൽ ശരിയടി, ഞാൻ പിന്നെ വിളിക്കാം. ആരോ നടന്നു വരുന്നുണ്ട്. ഡേവിഡ്സനാണെന്ന് തോന്നുന്നു. എനിക്കും പേടിയാവുന്നുണ്ട്. പോടി കുറിപ്പേ, ഞാൻ വിളിച്ചപ്പോൾ നീ സിനിമ കാണുമല്ലായിരുന്നു. പോയി കാണടി. വെച്ചിട്ട് പോടി ഷാവുമേ. അതും പറഞ്ഞ് ഫോൺ വെച്ചു. ആഷ്ലി നേരെ നോക്കുമ്പോൾ കണ്ടു വാതിൽപ്പടിയിൽ ചാരി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഡേവിഡ്സൺ. എന്താ ഡേവിച്ച? ഒന്നുമില്ലെന്ന് അവൻ ചുമൽ കൂച്ചിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. എൻ്റെ മാതാവേ, അടുത്തേക്കാണല്ലോ വരവ്. എങ്ങോട്ടോടും? എന്തോ ഒരു ആലോചന ആഷ്ലിക്കുട്ടി. ആ, എപ്പോൾ എത്തി? ഏയ്, മമ്മ വന്നോ? ഇല്ല, അവരിന്ന് വരത്തില്ല, എമർജൻസി ആണെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു. വരില്ലേ? അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലേ? അതെ. അതിനെന്താ?
നിനക്ക് പേടിയുണ്ടോ? ഞാനില്ലടി നിനക്ക് കൂട്ടിന്. അതും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. തന്നോടുള്ള പ്രണയത്താൽ ആ കണ്ണുകൾ തിളങ്ങുന്നത് അവൾ കണ്ടു. അവനെ നോക്കാനാവാതെ അവൾ തലകുനിച്ചു. അവൻ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ താടി പിടിച്ചു വരുത്തി. അവളുടെ മുഖത്തേക്ക് നോക്കി. ചുവന്ന് തൊടുത്തിരുന്നു അവളുടെ മുഖം. അവൻ ആ മുഖം കയ്യിലെടുത്തു. അവൻ്റെ മുഖം അടുപ്പിച്ചു. അവൾ ആഞ്ഞു തള്ളി. അവൻ ബെഡിലേക്ക് മറിഞ്ഞു വീണു. അവൾ ആ സമയത്തിനുള്ളിൽ വാഷ്റൂമിലേക്ക് ഓടിക്കയറി. അവൾ ചുമരിൽ നിന്നും ചാരി നിന്നുകൊണ്ട് ശ്വാസം എടുത്തു. നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ചു നിന്നു. നീ അവിടെ തന്നെ കിടക്കുമല്ലോ അല്ലേ? പുറത്തു വരുമല്ലോ. അപ്പോൾ കാണാടി കാന്താരി എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അങ്ങനെ നിന്നു. ഫ്രഷായി പുറത്തിറങ്ങിയപ്പോൾ റൂം കണ്ട് അതിശയിച്ചു പോയി. ബെഡ്ഷീറ്റും കട്ടനൊക്കെ മാറ്റിയിരിക്കുന്നു. ആകെ വെള്ളമായും ബെഡിൽ. റെഡ് റോസ് ഇതളുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഒത്ത നടുക്ക് ഹാർട്ട് ഷേപ്പ്. അതിനുള്ളിൽ ഐ ലവ് യു ആഷ്ലി എന്നെഴുതിയിരിക്കുന്നു. അതിലേക്ക് നോക്കുന്തോറും അവളുടെ കവിള് ചുവന്നു. പെട്ടെന്ന് ലൈറ്റ് ഓഫായി. പതിയെ തിരികൾ തെളിയാൻ തുടങ്ങി. ടേബിളിൽ ചാരി ഡേവിഡ് നിന്നിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ കയ്യിൽ രണ്ടും കൂട്ടിപ്പിടിച്ചു. ആഷ്ലി, അവൻ പ്രണയത്തോടെ അവളെ വിളിച്ചു. ഞാൻ നിന്നെ കണ്ട നാൾ മുതൽ, അന്ന് തൊട്ട് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു പെണ്ണെ. നിൻ്റെ സ്വഭാവം വെച്ച് അപ്പോൾ പറഞ്ഞാൽ നീ അത് തമാശയായിട്ടായിരിക്കും എടുക്കുക. എനിക്കറിയാമായിരുന്നു. അന്ന് മുതൽ നീ അറിയാതെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിൻ്റെ കൂടെ കാണാതിരിക്കുമ്പോൾ നെഞ്ച് വല്ലാതെ വിങ്ങും. അപ്പോഴാടി ഞാൻ ലീനയുടെ പേര് പറഞ്ഞ് കാണാൻ വന്നിരുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കാണുന്തോറും അവളുടെ നെഞ്ച് വിങ്ങാൻ തുടങ്ങി. അവളവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവൻ പതിയെ എഴുന്നേറ്റ് അവളോട് ചേർന്ന് നിന്നു. അവളവനെ ഇറുകെ പുണർന്നു. അവനവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. അവളെ ഇരു കൈ കൊണ്ടും വട്ടം പിടിച്ച് അവളോട് ചേർന്ന് നിന്ന് പതിയെ ഫോണിൽ മെസ്സേജ് അയച്ചു. മിഷൻ സക്സസ് മറിയാമേ, താങ്ക്സ്. ഞാനാണ് ഈ സെൻറ്റി ഐഡിയ പറഞ്ഞതെന്ന് പറയല്ല തകരെ. അവൾ അറിഞ്ഞാൽ കൊല്ലും. തിരിച്ച് മറിയാമ്മയുടെ മെസ്സേജ്. പറയില്ല മുത്തേ, താങ്ക്സ് ഡി. മതിയട തെണ്ടി. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. അവൻ ഫോൺ ഓഫ് ചെയ്ത് കൈ എത്തിച്ച് ഡ്രസ്സിങ് ടേബിളിലേക്ക് വെച്ചു. എന്നിട്ട് അവളുടെ കാതിൽ ചോദിച്ചു, ഞാൻ നിന്നെ എൻ്റേതാക്കിക്കോട്ടെ? അവൾ സമ്മതം എന്നോണം അവളിൽ പിടിമുറുക്കി. അവൻ പതിയെ അവളെ കോരിയെടുത്ത് ബെഡിലേക്ക് ചായച്ചു കിടത്തി. കാലം തെറ്റിപ്പെയ്ത മഴയിൽ ഭൂമി എന്ന പോലെ അവൻ്റെ മൃദുലമായ തലോടുകളിൽ വിവശയായി അവളുടെ കുഞ്ഞു കുഞ്ഞു ചുംബനങ്ങളെ സ്നേഹചുംബനം കൊണ്ട് അവൻ കീഴടക്കി. നിമിഷങ്ങൾ നീങ്ങവേ അവരിരുവരും ഒരു മെയ്യായി പരസ്പരം ഒന്നു ചേർന്നു. വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾക്കൊടുവിൽ തളർച്ചകളിൽ താങ്ങായി പരസ്പരം പുണർന്നുറങ്ങി. ഇതേ സമയം ബിനുസാറിൻ്റെ റൂമിൽ നഖം തിന്നിരിക്കുകയാണ് ലീന. പെട്ടെന്നാണ് വാഷ്റൂമിൻ്റെ വാതിൽ തുറന്ന് ബിനു ഇറങ്ങി വന്നത്. അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഈശോ, ഞാൻ ആഷ്ലിയെ വിളിച്ചതൊക്കെ കേട്ടോ എന്തോ? എന്താടോ, അത്താഴം ഉണ്ടോ? അപ്പോൾ വയറു നിറഞ്ഞില്ലേ? അതാണോ വിരൽ കടിച്ചു നിന്നത്? ഏയ് അത്. അവളവനെ നോക്കി. തല തോർത്തിക്കൊണ്ട് നിൽക്കുന്നു. ഒരു കൈലിയാണ് എടുത്തിരിക്കുന്നത്. ടവൽ വിരിച്ചിട്ട് മുടിയൊക്കെ ചീകി. കട്ടിയുള്ള മീശ, അത് താഴ്ത്തി വെച്ചിരിക്കുന്നു. കഴുത്തിൽ നീളൻ കുരിശുമാല. അലമാരയിൽ നിന്നും ഒരു കറുത്ത ടീഷർട്ട് എടുത്തിട്ടു. മാതാവേ, എൻ്റെ നോട്ടം കണ്ടിട്ടെങ്ങാനാണോ ഷർട്ട് എടുത്തിട്ടത്? എടോ, താനിങ്ങനെ നിൽക്കണം എന്നൊന്നുമില്ല. അവിടെ ഇരുന്നോ, ബഹുമാനിക്കണം. പക്ഷെ ഇങ്ങനെ ബഹുമാനിക്കണ്ട കേട്ടോ. ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ബിനു അവളുടെ അടുത്തേക്ക് നടന്നു. എന്താടോ, ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ? എന്താ എൻ്റെ പൂച്ചക്കുട്ടിക്കൊരു മൗനം? ഒന്നുമില്ല. അവൻ ടേബിളിലേക്ക് നോക്കുന്നതുണ്ട്. അവൾ വേഗം പാല് ഗ്ലാസ് എടുത്ത് അവൻ്റെ നേരെ നീട്ടി. അമ്മച്ചി തന്നു വിട്ടതാ. അവനത് വാങ്ങി. എന്നിട്ട് അങ്ങോട്ട് തന്നെ വെച്ചു. ആദ്യം ഇച്ചായൻ്റെ പൂച്ചക്കുട്ടി പറ, എന്താ സങ്കടം? അതൊന്നുമില്ല അമ്മച്ചി, ഇച്ചായന്മാർ ഇവരെയൊക്കെ ഓർത്തുപോയി. അത് പറഞ്ഞ് അവൾ തേങ്ങി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ ആ മാറിൽ ഒട്ടി നിന്നു. കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്നു. പിന്നെ അവളെ പതിയെ വേർപെടുത്തി. കണ്ണൊക്കെ തുടച്ച് പാലെടുത്ത് അവൾക്ക് നീട്ടി. അവൾ അവനെ നോക്കി. താൻ കുടിക്കി, അത് കഴിഞ്ഞ് ഞാൻ കുടിച്ചോളാം. അവളത് വാങ്ങി ഇത്തിരി കുടിച്ചതിന് ശേഷം അവനെ നേരെ നീട്ടി. അവനും കുറച്ച് കുടിച്ചതിന് ശേഷം ബാക്കി ടേബിളിൽ വെച്ചു. അവളുടെ നേരെ തിരിഞ്ഞു. അതെ, എൻ്റെ അമ്മച്ചിക്ക് ഇപ്പം പ്രായം 10-65. അതിനെ നമ്മളിപ്പോൾ ശ്രമിച്ചാൽ അമ്മച്ചിക്ക് നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും. ഇനിയും വൈകിയാൽ ചിലപ്പോൾ അതിന് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. സമയം വൈകിപ്പിക്കാതെ ഇന്ന് തന്നെ ശ്രമിച്ചാൽ. പറഞ്ഞു തീരുന്നതിന് മുന്നേ അവൾ അവൻ്റെ നെഞ്ചിൽ ഒരു കടി കൊടുത്തു.
എന്താടി പട്ടിക്കുഞ്ഞെ, നീ എന്നെ കൊല്ലുമല്ലോ. അത് പറഞ്ഞ് അവനവളെ ഇറുകെ പുണർന്നു. പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളെ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ കൂടെ ഒഴുകി നടക്കാൻ തുടങ്ങി. അവൻ കിട്ടിയ താലിയിലൊന്ന് മുത്തിക്കൊണ്ട് അവളുടെ കഴുത്തിനിടയിലേക്ക് മുഖം ചേർത്തു. അവളൊന്ന് ഏങ്ങി. അവളുടെ ആ ഏങ്ങൽ കേൾക്കുന്തോറും അവൻ്റെ ഉള്ളിൽ വികാരങ്ങൾ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവളുടെ ഉടയാടങ്ങൾ അഴിഞ്ഞു വീഴുന്നത് അവൻ ഒരു സ്വപ്നമെന്നോണം അറിയുന്നുണ്ടായിരുന്നു. രാത്രിയുടെ യാമത്തിൽ അവൻ അവളിൽ ഒരു പെരുമഴയായിട്ട് പെയ്തു തോർന്നു. ഒടുവിൽ ഇരുവരും തളർന്നു. മയങ്ങുമ്പോഴും ബിനു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീടുള്ള നാളുകൾ എല്ലാവർക്കും മധുരം നിറഞ്ഞതായിരുന്നു. 4ാം വിരുന്നും ഹണിമൂണുമായിട്ട് ഇരു പ്രണയ ജോഡികളും ഉല്ലസിച്ചു. ട്രിപ്പുകളൊക്കെ അലക്സിയുടെ ചെലവിലായിരുന്നു. അപ്പോഴൊക്കെ ബിനുവിൻ്റെ അമ്മയെ മയിലാടുംകുന്നിലേക്ക് കൊണ്ടുവരും അലക്സി. അങ്ങനെ ദിവസവും മാസങ്ങളും വർഷങ്ങളും ഓടിമറഞ്ഞു. ഇടയ്ക്ക് ബിനുവിൻ്റെ ജാതകദോഷം കഴിഞ്ഞ് ബിനു ജിതയെ പതിയായി സ്വീകരിച്ചു. മജുവിനും സലുവിനും ഒരാൺകുട്ടി പിറന്നു, അയാൻ മജീദ്. അന്നയെ നിലയ്ക്ക് നിർത്താൻ സണ്ണി കണ്ടുപിടിച്ച മാർഗം ഏതായാലും ഏറ്റു. അവളെ പിന്നെ ഒരു ആൺകുട്ടി കൂടി ജന്മം നൽകി, ആരോൺ ഡേവിഡ് സണ്ണി. അതുപോലെ ബിനുസാറിൻ്റെ അമ്മച്ചി ഒക്കത്ത് വെച്ച് നടക്കുന്നുണ്ട്, ആൽഗ സാറ ബിനു. പിന്നെ ഒരെണ്ണത്തിനെ അവളിപ്പോൾ വയറ്റി ചുമക്കുന്നുണ്ട്. ആഷ്ലിക്ക് ഒരു മോളാണ്, അയോണ മരിയ ഡേവിഡ്. അതിനെയും മരിയ തന്നെ തലതൊട്ടത്. ഇച്ചായനും ചേട്ടത്തിയും ഹോസ്പിറ്റൽ നോക്കി നടത്തുന്നു. ജിതയും വിനുവും കൂടെ ഒരു ഷോപ്പ് നോക്കി നടത്തുന്നുണ്ട്. അന്നയും സണ്ണിയും ഡിഗ്രി കഴിഞ്ഞ് അലനെ അലക്സി ഹോസ്പിറ്റൽ ജോലിക്ക് കയറ്റി. അവനും കല്യാണമായി. കൂടെ പഠിച്ച കുട്ടിയായിരുന്ന സെലിൽ നിന്നാണ് പേര്. നോമ്പ് വീട് കഴിഞ്ഞുണ്ടാവും. അന്നമ്മച്ചിക്ക് ഇപ്പോൾ സന്തോഷമാണ്. കല്യാണം കഴിഞ്ഞാൽ വീട്ടിലേക്ക് താമസം മാറാലോ എന്നോർത്ത്. അങ്ങനെ ഇരിക്കെ ഒരു നനുത്ത പ്രഭാതം അങ്ങ് മയിലാടുംകുന്നിൽ അലക്സിയുടെ വീട്ടിൽ. മരിയ മരിയ അവൻ കിടന്ന് അലറുകയായിരുന്നു. അവള് രണ്ടാളെയും മാറി മാറി നോക്കി. എന്നെ ചെയ്യാ സണ്ണിച്ചായൻ പറഞ്ഞ്. അതൊക്കെ നീ പറഞ്ഞുതരാം, ഇങ്ങ് വന്നേ. അവളെ കോരിയെടുത്ത് സ്റ്റെപ്പ് കയറി. അതിനിടയിൽ പാപ്പിച്ചേട്ടനോട് ഗേറ്റ് അടക്കാൻ പറഞ്ഞു. ഇതെന്നെ ചായ നിങ്ങൾ കാണിക്കുന്നത്? കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ഈ ചായ താഴെ നിർത്ത്, ഇല്ലേ ഉരുണ്ട് താഴെ എത്തും. പിന്നെ ഈർക്കലി പോലെയുള്ള നിന്നെയല്ലേ എടുത്തിട്ടല്ലേ വീഴുന്നത്. റൂമിൽ ചെന്നിട്ടാണ് അവൻ അവളെ താഴെ നിർത്തിയത്. ആ മക്കളെ ബേബി കോട്ടിലേക്ക് മാറ്റുന്ന കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി സണ്ണി എന്താണ് പറഞ്ഞതെന്ന്. അവൾ വാഷ്റൂമിൽ കയറി ഫ്രഷായി വന്നു. മക്കളെ തട്ടി ഉറക്കിയായിരുന്നു അലക്സി. അവളെ കണ്ടപ്പോൾ മാറി. അവൾ രണ്ടാളെയും ചേർത്ത് കിടത്തി നന്നായി പുതപ്പിച്ചു. അപ്പോഴേക്കും അലക്സി ഫ്രഷായി വന്നിരുന്നു. ചുണ്ടിലൊരു മുളിപ്പട്ടുപോയി. എന്താ ചായ ഒരു വശപ്പിഷക് അവലക്ഷണം? അതൊക്കെ ഞാൻ പറഞ്ഞു തരാടി മോളെ എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു. ഐറിൻ അലക്സിക്ക് കൂട്ടായി ഒരു കുഞ്ഞനിയും കൂടി വേണമെന്ന്. മരിയുടെ മോഹം ഇപ്പോൾ അലക്സിയുടേത് കൂടിയാണ്. ഡോക്ടർ കൂടി സമ്മതം പറഞ്ഞപ്പോൾ ആ മോഹം പൂർവാധികം ശക്തിയായിട്ട് അവരിൽ വളർന്നു. അവളെ ചേർത്തണച്ച് പുണരുമ്പോഴും അവളിലൊരു തോരാമഴയായിട്ട് അവളിൽ പെയ്തു തേരുമ്പോഴും ഒരു കുഞ്ഞു, അതായിരുന്നു അവരിരുവരുടെയും നയിച്ചിരുന്ന ഒരു മോഹം. ഇഴകിച്ചേർന്ന അവരുടെ നിശ്വാസങ്ങളിലും ആ പ്രാർത്ഥന മാത്രമായിരുന്നു. ദിവസങ്ങളിൽ ആരെയും കാത്തു നിൽക്കാതെ ഓടിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ഇച്ചായനോട് പറഞ്ഞു. ഇച്ചായൻ ഭംഗിയായി നടത്തി. ഛർദി കൊണ്ട് നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യ. നൊയമ്പും ക്രിസ്മസും ഒക്കെ കഴിഞ്ഞു. ഇനി കല്യാണ തിരക്കായിരിക്കും. ഒരാളായി ഇരിക്കാം എന്നല്ലാതെ ഒന്നിനും വയ്യായിരുന്നു. ഇച്ചായൻ സമ്മതിക്കത്തുമില്ല. കൂടെ മക്കളും. ചെരുപ്പ് വരെ അവരിടിച്ചു തരുന്നത്. ഇന്നാണ് കല്യാണം. അപ്പച്ചനില്ലാത്ത കുറവ് നികത്താൻ ഇച്ചായനും സണ്ണിച്ചായനും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരെയും ക്ഷണിക്കാൻ നാട്ടിലേക്കും ഇച്ചായനും സണ്ണിച്ചായനാണ് പോയത്. കൂടെ ഡേവിഡ് ഉണ്ട് കേട്ടോ. വീടൊന്നുകൂടെ വലുതാക്കി 2 റൂം കൂടെ എടുത്തു. മതിൽ കെട്ടി തൊഴുത്ത് പുതിയത് പണിതു. ഇപ്പോൾ മണിയമ്മയും മക്കളും ഇവിടെയാണ്. ഒരു ദിവസം ഞാൻ തൊഴുത്തിൽ നിൽക്കുന്നത് കണ്ടിട്ടാണ് ഇച്ചായൻ വന്നത്. അന്ന് വിൽക്കാൻ വേണ്ടി കുറേ വഴക്കുണ്ടാക്കി. പിന്നെ അമ്മച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നു. മക്കൾക്ക് നല്ല പാൽ കുടിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലായിടത്തും ഉള്ള പാല് ഇവിടെ നിന്നാണ്. തൊഴുത്തിനടുത്തുള്ള അരമതിലിൽ ഇരുന്നുകൊണ്ട് മക്കൾക്ക് കഥ പറഞ്ഞുകൊണ്ട് ഫുഡ് വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴാണ് ഇച്ചായൻ വന്നത്. എന്താണ് ഭാര്യ, ആരെ സ്വപ്നം കണ്ടോണ്ട് നിൽക്കുക? ഒരു കാലിന് എന്തോന്ന്? ഒന്നുമില്ലേ. ഒരിക്കലും ഇതിലെ പാതിരാത്രി ആൾ സഞ്ചാരം ഉണ്ടായിരുന്നു എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ. മണിയമ്മയെ കുളിപ്പിക്കാനും കറക്കാനും ഒക്കെ ഒരു 4:30 മണിക്ക് ഒരാൾ വരാറുണ്ടായിരുന്നു. ആരാ അമ്മ അത്? വരുത്തി ചോദിച്ചു. ആടി, അപ്പനിട്ട് തന്നെ പണിതോ? മതിയടാ. അതും പറഞ്ഞ്
മജു അതിലേ വന്നു. എല്ലാവരും റെഡിയായി മക്കളെ അമ്മയെ ബുദ്ധിമുട്ടിക്കട്ടെ, അപ്പ ഹാളിലേക്ക് പോവാം. അതും പറഞ്ഞ് മജു കാണാതെ കവിളിലൊരു ഉമ്മയും തന്നു പോയി. ഈ ഓട്ടം കല്യാണം ഉറപ്പിച്ച് തുടങ്ങിയതാണ്. ആ ചേച്ചി ഇവിടെ ഇരിക്കുവാണോ? അവിടെ അലൻകുട്ടൻ തിരക്കുന്നു. എന്തേലും കുഴപ്പമുണ്ടോടി? ഒന്നുമില്ല, കുറേ നേരം നിന്നിട്ടാണെന്ന് തോന്നുന്നു, ഒരു കുളത്തിപ്പിടുത്തം. അത് പറഞ്ഞ് റൂമിലേക്ക് കയറി. അവിടെ അവൻ്റെ കൂട്ടുകാരെ പരിചയപ്പെടാൻ വിളിച്ചതാണ്. പിന്നെ തിരക്കായിരുന്നു. എനിക്കും ആഷ്ലിക്കും സെയിം കളർ ഡിസൈനർ സാരിയാണ് എടുത്തത്. അങ്ങനെ ഇരിക്കെ വാരിച്ചുട്ടി 1 ലെയറായി പിൻ ചെയ്തു. മക്കളെ ആഷ്ലി ഒരുക്കി. അവർ കളിച്ച് നടക്കുകയാണ്, അവളുടെ കൊച്ചുകൊണ്ട് കൂട്ടത്തിൽ. പ്രിയരായ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഏകദേശം കഥകൾ തീരാൻ വേണ്ടി നിൽക്കുകയാണ്. പുതിയ നോവലുകൾ കുറേ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വീണ്ടും കാണാം.